ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മാംഗല്യത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കോടതി അങ്ങനെ സച്ചിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് വളരെയധികം ദേഷ്യത്തോടെ ഇരിക്കുന്നുണ്ട് അവന്തികയും രാജീവും. സച്ചിക്ക് ജാമ്യം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് സച്ചിയും കമലയും സന്ദീപും അനൂപുമൊക്കെ. അഡ്വക്കേറ്റ് ആരതി വർമ്മയും ഒരുപാടധികം സന്തോഷിക്കുന്നുണ്ട്. സന്തോഷം കൊണ്ട് സച്ചിയെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് കമല. അമ്മയെന്ന് പറഞ്ഞ് കമലയും ചേർത്ത് പിടിക്കുന്നുണ്ട് സച്ചി. സന്ദീപിനെയും ചേർത്ത് പിടിക്കുന്നു. അങ്ങനെ അവരെല്ലാവരും കോടതിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഈ സമയം ആരതി ഇപ്പോൾ ഗോകുലിനെ സാർ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഗോകുലിൻ്റെ അടുത്തേക്ക് ചെന്ന് ഗോകുലിൻ്റെ കാല് തൊട്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് അനുഗ്രഹം മേടിക്കുന്നു. ഇത് കണ്ടിട്ട് ഗോകുൽ ചോദിക്കുന്നുണ്ട്, ആരതി എന്താ ഇത് എന്ന്. അപ്പോൾ ആരതി പറയുന്നുണ്ട്, സാറിൻ്റെ അനുഗ്രഹം ഉണ്ടാകണം. സാറിൻ്റെ കൂടെ കരിയർ ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്നൊക്കെ ആരതി പറയുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവന്തിക വളരെയധികം ദേഷ്യത്തോടെ അവിടെ നിൽക്കുന്നുണ്ട്. ഓരോ കേസ് ഏറ്റെടുക്കുമ്പോഴും സാറ് നൽകിയ സപ്പോർട്ടും അനുഗ്രഹവും ഞാൻ ഓർക്കാറുണ്ട് എന്നൊക്കെ ആരതി പറയുന്നത് കേട്ട് ഗോകുൽ ഇപ്പോൾ പറയുന്നുണ്ട്, ആരതിയുടെ പ്രാക്ടീസിനെ കുറിച്ചൊക്കെ ഞാൻ അറിയാറുണ്ട് എന്ന്. പിന്നെ ഈ കേസിൽ ഡിഫൻസിൻ്റെ വാദങ്ങൾ ആരതി നന്നായിട്ട് കോടതിക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്തു. അതുകൊണ്ടാണ് തൻ്റെ കക്ഷിക്ക് ജാമ്യം കിട്ടിയത്. എനിവേ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് ഗോകുൽ ഇപ്പോൾ ആരതിക്ക് കൈ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിപ്പോൾ രാജീവ് അവന്തികയോട് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മാഡം, ഇയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന്. ഇത് അവർ തമ്മിലുള്ള ഒത്തുകളിയാണ്. അയാളുടെ പഴയ ജൂനിയറാണ് അഡ്വക്കേറ്റ് ആരതി വർമ്മ. ഡിഫൻസിന് വേണ്ടി അവർ വന്നപ്പോഴേ ഞാൻ ഊഹിച്ചു ഇത് ഇങ്ങനെയൊക്കെ നടക്കൂ എന്നൊക്കെ രാജീവ് പറയുന്നത് കേട്ട് ഒന്നും ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട് അവന്തിക. അങ്ങനെ ഇപ്പോൾ ഗോകുലും ആരതിയും തമ്മിൽ സംസാരിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവർ യാത്ര പറഞ്ഞു പോകുന്നു. കോടതിയിൽ എങ്ങനെ വാദിച്ചാൽ ജാമ്യം കിട്ടുമെന്ന് അയാൾ അവൾക്ക് പറഞ്ഞു കൊടുത്തു കാണും എന്ന് രാജീവ് ഇപ്പോൾ അവന്തികയോട് പറയുന്നുണ്ട്. ഉടനെ അവന്തിക പറയുന്നുണ്ട്, ഇത് ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല, ഗോകുലിനുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട് എന്നിങ്ങനെ വളരെ ദേഷ്യത്തോടെ നിന്ന് പറയുന്നുണ്ട് അവന്തിക. അങ്ങനെ ഇപ്പോൾ അവർ സംസാരിച്ച് പോകാൻ തുടങ്ങുമ്പോൾ കമലയും അനൂപും സന്ദീപും സച്ചിയും കൂടി അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് രാജീവിനെയും അവന്തികയെയും വളരെയധികം ദേഷ്യത്തോടെ ഒന്ന് നോക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. ഇവർ ഈ നോട്ടം കണ്ട് ഒരു പുച്ഛഭാവത്തിൽ തന്നെ അവരെ തിരിച്ചു നോക്കി നിൽക്കുന്നുണ്ട് അവന്തിക. സച്ചി ഇപ്പോൾ രാജീവിനോട് പറയുന്നുണ്ട്, എൻ്റെ വിധി സാറിൻ്റെ കയ്യിലല്ലെന്ന് ഇപ്പോൾ സാറിന് മനസ്സിലായില്ലേ? നിരപരാധിയായ എന്നെ ലോക്കപ്പിലിട്ട് തല്ലിച്ചതച്ചതിൻ്റെ ബിരിയാണി ഞാൻ സാറിന് തരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് സച്ചി ഇപ്പോൾ അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ അവന്തികയും ഇപ്പോൾ അവിടെ നിന്നും പോകുന്നു. രാജീവ് ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അനൂപ് ഇപ്പോൾ അവരോട് പറയുന്നുണ്ട്, നമുക്കെങ്കിൽ പോകാം, ഇനി പ്രത്യേകിച്ച് ഇവിടെ കാര്യങ്ങളൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്യ്, നേരെ വീട്ടിലേക്ക് പൊക്കോ, ഞാൻ ഹോസ്പിറ്റലിൽ പോയി അർച്ചനയും കൂട്ടിക്കൊണ്ടുവരാം എന്നൊക്കെ സച്ചി പറയുന്നത് കേട്ട് വളരെയധികം വിഷമത്തോടെ അവരെല്ലാവരും സച്ചി ഇങ്ങനെ നോക്കുന്നുണ്ട്. ഉടനെ കമല പറയുന്നുണ്ട്, മോനെ വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം, ഇനി ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല എന്ന് അനൂപ് പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, അതെന്താ, ആശുപത്രി തന്നെ ഉണ്ടല്ലോ അർച്ചന, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? സച്ചിയേട്ട എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നത് ഞാൻ പറഞ്ഞത് പിന്നെന്താ, കള്ളമാണോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. ഉടനെ കമല പറയുന്നുണ്ട്, മോനെ നീ പറഞ്ഞത് കേട്ട് അനൂപ് ആശുപത്രിയിൽ പോയി, അവിടെ എല്ലാം അന്വേഷിച്ചു, ഇനി അവിടെ അന്വേഷിക്കാൻ സ്ഥലമൊന്നും ബാക്കിയില്ല എന്ന് കമല പറയുമ്പോൾ അനൂപും പറയുന്നുണ്ട്, നീ കണ്ടത് അർച്ചനയല്ല, അത് നിൻ്റെ തോന്നലായിരുന്നു എന്ന്. ഇതുപോലെയുള്ള തോന്നൽ കൊണ്ടാണ് പലപ്പോഴും അബദ്ധം പറ്റുന്നത് എന്ന് സന്ദീപും. അല്ല, അതെൻ്റെ തോന്നലല്ല, അത് അർച്ചന തന്നെയായിരുന്നു, അവൾ അവിടെ തന്നെ കാണും. സച്ചിയേട്ട എന്നുള്ള അവളുടെ വിളി കേട്ട് ഞാൻ അവളുടെ അടുത്തേക്ക് ഓടിപ്പോകാൻ തുടങ്ങിയതാണ്. അപ്പോഴാ CA എന്നെ എന്ന് പറഞ്ഞ് ആ നടന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് സച്ചി. അങ്ങനെ പറയുന്നുണ്ട്. ഈ സമയം രാജീവ് ഇപ്പോൾ സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. രാജീവ് അവരെ തന്നെ നോക്കി നിൽക്കുന്നത് അവർ കാണുന്നുണ്ട്. ഇപ്പോൾ അനൂപ് പറയുന്നുണ്ട്, നീ കണ്ടത് അർച്ചനയാണെങ്കിൽ ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോഴും അവിടെ കാണേണ്ടതല്ലേ? ഞാൻ അവിടെ എല്ലാം നോക്കി, അർച്ചന അവിടെ ഒന്നുമില്ല എന്ന് അനൂപ് പറയുന്നു. സന്ദീപും പറയുന്നുണ്ട്, ആരെ കണ്ടാലും അർച്ചനയേട്ടത്തിയാണെന്ന് പറഞ്ഞ് പുറകെ ചെന്ന് തല്ലി മേടിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായില്ലേ സച്ചിയേട്ടാ എന്നൊക്കെ സന്ദീപ് ചോദിക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട്, എൻ്റെ ഊണിലും ഉറക്കത്തിലും അവളും കുഞ്ഞും മാത്രമുള്ളൂ എന്നുള്ളത് സത്യം തന്നെയാണ്. അർച്ചനയാണെന്ന് കരുതി അങ്ങനെ പല അബദ്ധങ്ങളിലും ഞാൻ ചെന്ന് ചാടിയിട്ടുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, എനിക്കുറപ്പുണ്ട് ഞാൻ കണ്ടത് അർച്ചനയെ തന്നെയാണ്. ഇതൊക്കെ കേട്ട് സന്ദീപ് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്,
സച്ചിയേട്ടനെ കണ്ട് അർച്ചനേട്ടത്തി വിളിച്ചെന്നല്ലേ പറഞ്ഞത്? അപ്പോൾ സച്ചിയേട്ടനെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോകുന്നത് കണ്ടാൽ അർച്ചനേട്ടത്തി വെറുതെ ഇരിക്കുമോ? ആരൊക്കെ തടഞ്ഞാലും പിന്നാലെ വരില്ലേ? എന്നിട്ടും അർച്ചനേട്ടത്തി എന്താ ഇതുവരെ വരാതിരുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് സന്ദീപ്. ഉടനെ അനൂപ് പറയുന്നുണ്ട്, അതിനർത്ഥം ഒന്നേ ഉള്ളൂ, സച്ചി കണ്ടത് അച്ചുവിനെയല്ല എന്നൊക്കെ അനൂപ് പറയുന്നുണ്ട്. ഉടനെ ഇപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ അവളുടെ പിന്നാലെ കുറച്ച് പേര് വന്ന കാര്യം. അവരെല്ലാവരും കൂടെ വന്ന് പിടിച്ചു വലിച്ച് അർച്ചനയെ ബലമായി അകത്തേക്ക് കൊണ്ടുപോയി. നിങ്ങൾ ഞാൻ പറയുന്നത് ദൈവത്തോർത്ത് വിശ്വസിക്കൂ, ഞാൻ പറയുന്നത് കള്ളമല്ല. ഇത് കേട്ട് കമല ചോദിക്കുന്നുണ്ട്, പിന്നെ അവൾ എങ്ങോട്ട് പോയി മോനെ എന്ന്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ അത് ആ ഹോസ്പിറ്റലിൽ പോയി കണ്ടുപിടിച്ചോളാം. ഞാൻ പറഞ്ഞത് ആർക്കും വിശ്വാസമായില്ലല്ലേ? ആരും വിശ്വസിക്കേണ്ട, എനിക്കറിയാം എൻ്റെ അർച്ചനയെ കണ്ടുപിടിക്കാൻ. അവളെ ആരൊക്കെയോ ചേർന്ന് ബലമായി പിടിച്ചു വെച്ചിരിക്കുക. എൻ്റെ അർച്ചന തന്നെയാണത്, ഞാൻ കൊണ്ടുവരും അവളെ എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ പോകാൻ തുടങ്ങുമ്പോൾ സച്ചി എന്ന് പറഞ്ഞ് ഇപ്പോൾ കയ്യിൽ പിടിച്ച് തടയുകയാണ് അനൂപ്. വേണ്ട പോകണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കമലയും കയ്യിൽ പിടിച്ച് തടയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വേണ്ട, ആരും എന്നെ തടയണ്ട, എനിക്ക് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് സച്ചി ഇപ്പോൾ അവരുടെ കൈയൊക്കെ തട്ടി മാറ്റിയിട്ട് പോകുന്നുണ്ട്. അവരെല്ലാം പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്, സച്ചി പോവണ്ട എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എന്നാൽ അതൊന്നും കേൾക്കാതെ പോവുകയാണ് സച്ചി. കമലയും അനൂപും സന്ദീപും ഒക്കെ വളരെയധികം വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് രാജീവ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് രാജീവ് ഇപ്പോൾ മനസ്സിൽ പറയുന്നുണ്ട്, അപ്പോൾ അവളുടെ അജ്ഞാതവാസം അവസാനിച്ചു. അധികം താമസിക്കാതെ ഇവൻ അവളിലേക്ക് എത്തും, അതുറപ്പ്. പാവം വക്കീലിൻ്റെ ഭാര്യയും ഭർത്താവും കളി അതോടെ അവസാനിക്കുമല്ലോ ദൈവമേ. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നുള്ളത് വക്കീലിനെ മനസ്സിലാക്കി കൊടുക്കാൻ എനിക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ചാൻസാണിത് എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് നിന്ന് ചിരിക്കുന്നുണ്ട് രാജീവ്. ഈ സമയത്താണ് രാജീവിനൊരു കോൾ വരുന്നത്. അവന്തികയാണ് വിളിക്കുന്നത്. ഉടനെ രാജീവ് ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട്, ഹലോ മാഡം, ഒരു 5 മിനിറ്റ് ഞാൻ എത്തി എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ശേഷം ഇപ്പോൾ കാണിക്കുന്നത് അർച്ചനയാണ്. അർച്ചന ഇപ്പോൾ നല്ല ഉറക്കത്തിലാണ്. ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നുണ്ട്. ഈ സമയം ശോഭന അവിടെ നിന്ന് ചായ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ശോഭനയെ കണ്ടുകൊണ്ട് അമ്മയെന്ന് വിളിച്ച് ഇപ്പോൾ അർച്ചന എഴുന്നേറ്റിരിക്കുന്നുണ്ട്. ഇത് കണ്ട് ശോഭന ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും പിന്നെ അത് കഴിഞ്ഞ് വളരെയധികം സന്തോഷത്തിലാണ്. കാരണം അർച്ചനയ്ക്ക് വേറെ കാര്യങ്ങളൊന്നും തന്നെ ഓർമ്മയില്ല. അതിൻ്റെ ആ ഒരു സന്തോഷത്തിലാണ് ശോഭന. ഈ സമയം ശിശിരയും അവിടേക്ക് വരുന്നു. അങ്ങനെ അർച്ചന എഴുന്നേറ്റിരിക്കുന്നതുകൊണ്ട് ചെറിയൊരു സംശയത്തോടെയാണ് ശിശിരയും അകത്തേക്ക് വരുന്നത്. മോള് നല്ല ഉറക്കത്തിലായിരുന്നു, അതാ അമ്മ വിളിക്കാഞ്ഞത്, ക്ഷീണമൊക്കെ മാറിയോ എന്ന് ശോഭന അർച്ചനയോട് ചോദിക്കുന്നുണ്ട്. എനിക്കെന്താ പറ്റിയേ? അല്ല, നമ്മളെന്തിനാ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നേ? ഗൗരിമോൾ എവിടെ എന്നൊക്കെ ഇപ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട് ശോഭനയോട്. അപ്പോൾ ശോഭന പറയുന്നുണ്ട്, അതൊക്കെ പറയാം, ആദ്യം മോള് ചായ കുടിക്ക്, എഴുന്നേറ്റതിൻ്റെ ക്ഷീണമൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞ് അർച്ചനയ്ക്ക് ഇപ്പോൾ ചായ കൊടുക്കുന്നുണ്ട് ശോഭന. അങ്ങനെ അർച്ചന ചായ കുടിക്കുന്നു. ഗൗരിമോൾ എവിടെ? അവൾക്കുള്ള സ്നാക്സൊക്കെ കൊടുത്ത് വിട്ടായിരുന്നോ? ഗോകുൽ ഓഫീസിൽ പോയോ? ഗൂഗിളിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണോ ഗൂഗിൾ പോയത് എന്നൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട് അർച്ചന. ഇതൊക്കെ കേട്ട് ഇപ്പോൾ ശിശിര പറയുന്നുണ്ട്, ഇന്ന് കോടതിയിൽ ഏതോ ഒരു വലിയ കേസിൻ്റെ വാദമുണ്ട്. സമൃദ്ധ ഉണരുന്നത് നോക്കി ഗോകുൽ കുറേ നേരം ഇവിടെ ഇരുന്നു, അത് കഴിഞ്ഞിട്ടാണ് അവിടേക്ക് പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മോളുടെ തലവേദനയൊക്കെ മാറിയോ എന്ന് ശോഭന ചോദിക്കുമ്പോൾ അർച്ചന ചോദിക്കുന്നുണ്ട്, എനിക്ക് തലവേദനയായിരുന്നോ എന്നിങ്ങനെ അർച്ചന ചോദിക്കുന്നുണ്ട്. ഉടനെ ശോഭന പറയുന്നുണ്ട്, പൊള്ളുന്ന ചൂടും കടുത്ത തലവേദനയുമായിട്ടാണ് മോളെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. എന്തൊക്കെയോ പിച്ചും പെയ്യും പറയുന്നുണ്ടായിരുന്നു, അതൊന്നും മോൾക്ക് ഓർമ്മയില്ലേ എന്നും ശോഭന ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇല്ല, അതൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് അർച്ചന പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായോ എന്ന് അർച്ചന ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ ശിശിര പറയുന്നു, ഉണ്ടായോന്നോ? ഗൂഗിൾ വരുമ്പോൾ ചോദിച്ചു നോക്ക്, 2 പേർക്ക് കൂടെ പറഞ്ഞിരുന്ന് ചിരിക്കാം. മുറിയിൽ ബോധം കെട്ട് വീണ നിന്നെ ഗൂഗിൾ കോരിയെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്നത് എന്നൊക്കെ ഇങ്ങനെ ശോഭനയും ശിശിരയും കൂടി ഓരോ കള്ളങ്ങൾ പറഞ്ഞ് അർച്ചനയെ വിശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അർച്ചന ഗൂഗിളിൻ്റെയും മോളുടെയും കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. ഉടനെ ശോഭന പറയുന്നുണ്ട്, അതെല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിനക്കൊരു ദിവസം വയ്യാതായെന്ന് കരുതി അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും കുറവ് ഞങ്ങൾ വരുത്തുമോ എന്നൊക്കെ ശിശിര ഇപ്പോൾ പറയുന്നുണ്ട്. അർച്ചന അപ്പോൾ പറയുന്നുണ്ട്, അമ്മേ നമുക്ക് വീട്ടിലേക്ക് പോകാം, എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഗൗരിമോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഞാൻ വീട്ടിലുണ്ടാവണം, ഇല്ലെങ്കിൽ അവൾ വിഷമിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അർച്ചന. ഉടനെ ശിശിര പറയുന്നുണ്ട്, ഡിസ്ചാർജിൻ്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു, ഗൂഗിൾ വന്ന ഉടനെ നമുക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഓരോരോ കള്ളങ്ങൾ പറഞ്ഞിപ്പോൾ അർച്ചനയെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. ഇതെല്ലാം കേട്ട് അർച്ചന ഇപ്പോൾ പറയുന്നുണ്ട്, അമ്മേ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി, ഇന്ന് വൈകിട്ട് മോൾക്കും ഗോകുലിനും എൻ്റെ കൈകൊണ്ട് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കണം. അമ്മ ഗോകുലിനെ വിളിച്ച് എപ്പോൾ വരുമെന്ന് ചോദിക്ക്, ഞാനൊന്ന് ഫ്രഷായിട്ട് വരാം, ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ എന്ന് പറഞ്ഞ് ഇപ്പോൾ
അർച്ചന അവിടെ നിന്ന് വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട്. അർച്ചന പോയി കഴിയുമ്പോൾ ശോഭന ഇപ്പോൾ ശിശിരയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ശിശിര പറയുന്നുണ്ട്, ഇത് ശരിക്കും അത്ഭുതം തന്നെ. എന്തൊരു മാറ്റം! ഇന്നലത്തെ അവളുടെ പ്രകടനം കണ്ടപ്പോൾ എല്ലാം കൈവിട്ടു പോയെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ ശിശിര പറയുന്നുണ്ട്. അതാ എൻ്റെ മിടുക്ക്, കണ്ടില്ലേ, ഇപ്പോൾ അവളൊരു സാധാരണ വീട്ടമ്മ മാത്രമായി. എൻ്റെ മോൻ്റെ ജീവിതത്തേക്കാൾ വലുതല്ല എനിക്ക് മറ്റൊന്നും. അതിനുവേണ്ടി ഞാൻ ഈ ചെയ്യുന്നതെല്ലാം തെറ്റായിട്ട് എനിക്ക് തോന്നുന്നുമില്ല. അവളുടെ മനസ്സിൽ നിന്നും പഴയതെല്ലാം മാഞ്ഞുപോയി. എല്ലാം മായ്ച്ചു കളഞ്ഞു ഞാൻ. ഇപ്പോൾ അവൾ നമ്മുടെ സമൃദ്ധയാണ്. ഗൗരിമോളുടെ അമ്മയും ഗോകുലിൻ്റെ ഭാര്യയും. മറ്റൊന്നും അവൾക്കിനി ഓർക്കാൻ സാധിക്കില്ല എന്നൊക്കെ ശോഭന പറയുന്നത് കേട്ട്, ഉറപ്പാണല്ലോ അല്ലേ എന്ന് ശിശിര ചോദിക്കുന്നുണ്ട്. ഉടനെ ശോഭന പറയുന്നുണ്ട്, എന്താ നിനക്ക് സംശയമുണ്ടോ? എന്നാൽ എനിക്ക് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി അങ്ങോട്ട് അവൾ എൻ്റെ മകൻ്റെ യഥാർത്ഥ ഭാര്യയായി തന്നെ ജീവിക്കും. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ ശോഭന പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് ശിശിരയും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വളരെയധികം സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ശേഷം ഇപ്പോൾ അവന്തികയാണ് കാണിക്കുന്നത്. അവന്തിക രാജീവിനോട് സംസാരിക്കുകയാണ്. അവന്തിക വളരെയധികം ദേഷ്യത്തിലാണ്. ഇത് ചതിയാ, എൻ്റെ കൂടെ നിന്ന് എന്നെ ചതിച്ചിട്ട് രക്ഷപ്പെടാമെന്നാണോ നീ കരുതിയത് എന്നൊക്കെ ഇപ്പോൾ വളരെ ദേഷ്യത്തോടെ അവന്തിക രാജീവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, ചതിച്ചത് ഞാനല്ല, അവനാ, ആ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗോകുൽ രാജ്. നമുക്ക് വേണ്ടി വാദിക്കേണ്ടിയിരുന്നവൻ കോടതിയിൽ സ്വന്തം ജൂനിയറായ ആരതി വർമ്മയെ ഇറക്കി സച്ചിയെ രക്ഷപ്പെടുത്തി. അവൻ കറുത്ത കോട്ടിട്ട ഹരിചന്ദ്രനാണെന്ന് മേഡത്തിന് ഞാൻ നേരത്തെ മുന്നറിയിപ്പ് തന്നതല്ലേ എന്നൊക്കെ രാജീവ് പറയുമ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ വീരവാദങ്ങൾ? അവന്തിക അസോസിയേറ്റ്സിൻ്റെ 30% ഷെയർ വേണം. അതെന്തിനായിരുന്നു നിങ്ങൾ ചോദിച്ചത്? എന്തായിരുന്നു നമ്മൾ തമ്മിലുള്ള ഉടമ്പടി? എൻ്റെ അമ്മാവനെ കൊന്ന കേസിൽ അവനെ ജീവപര്യന്തം വാങ്ങിക്കൊടുത്ത് അവനെ ജയിലിൽ അടയ്ക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾ തന്ന വാക്ക് മറന്നുപോയോ എന്നൊക്കെ വളരെ ദേഷ്യത്തോടെ അവന്തിക ചോദിക്കുമ്പോൾ, പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിച്ചിട്ടില്ല എന്ന് രാജീവ് പറയുന്നു. എന്നിട്ടാണോ അവൻ കോടതിയിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ജാമ്യം വാങ്ങി ഇറങ്ങിപ്പോയത്? ആരൊക്കെ അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചാലും കോടതിയിൽ നിന്നും അവൻ ജാമ്യം വാങ്ങി പോകണ്ടാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. പോലീസിൻ്റെ FIRൽ അവൻ രക്ഷപ്പെട്ടു പോകാതിരിക്കാനുള്ള തെളിവ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണമായിരുന്നു എന്നൊക്കെ അവന്തിക പറയുമ്പോൾ രാജീവ് പറയുന്നുണ്ട്, ഒരിക്കലും അവന് ജാമ്യം കിട്ടാതിരിക്കാനുള്ള എല്ലാ വകുപ്പുകളും ചുമത്തിയാണ് ഞാൻ അവരെ കോടതിയിൽ ഹാജരാക്കിയത്. പ്രോസിക്യൂട്ടർ അവന് ജാമ്യം കിട്ടരുത് എന്ന് കോടതിയിൽ ഉറച്ചു വാദിച്ചിരുന്നെങ്കിൽ കോടതി അവന് ഒരിക്കലും ജാമ്യം അനുവദിക്കില്ലായിരുന്നു എന്നൊക്കെ രാജീവ് പറയുന്നുണ്ട്. അപ്പോൾ അവന്തിക ചോദിക്കുന്നുണ്ട്, അവനെതിരെ നിങ്ങൾ എന്ത് തെളിവാണ് ഉണ്ടാക്കിയത്? ആകപ്പാടെ കിട്ടിയത് 4 എല്ലും കഷ്ണവും ഒരു തലയോട്ടി. അതെൻ്റെ അമ്മാവൻ്റേതാണെന്ന് പോലും തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ടാണ് അവൻ വളരെ ഈസി ആയിട്ട് ഊരിപ്പോയത്. ഇത് കേട്ടപ്പോൾ രാജീവ് പറയുന്നുണ്ട്, ജാമ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ കേസിൽ നിന്നും വെറുതെ വിടുക എന്നല്ല അർത്ഥം. ആ പ്രോസിക്യൂട്ടർ ഗോകുൽ മറുകണ്ഠം ചാടുമെന്ന് നമ്മൾ കരുതിയതാണോ എന്നൊക്കെ രാജീവും അവന്തികയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ മാറി നിന്ന് ഇതെല്ലാം അനൂപ് കേൾക്കുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.